കൂട്ടുകാരിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 1 ചാപ്റ്റർ 2 ആയ ദ സ്നേക്ക് ആൻഡ് ദി മിററാണ്. എല്ലാവർക്കും അതിൻ്റെ കഥയൊക്കെ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അല്ലേ? നമ്മുടെ ഹോമിയോപാത്തിനെ ചുറ്റിപ്പിടിച്ച സ്നേക്കും എന്നിട്ട് എന്താണ് ഹോമിയോപാത്ത് കണ്ണാടിയെ നോക്കിയെന്ന് വളരെ തന്നെത്ര സുന്ദരനാണെന്ന് സ്വയം പറയുന്നതും, അതുപോലെ തന്നെ സ്നേക്കും കണ്ണാടിയെ നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലേ? എന്നിട്ട് സ്നേക്കിനെ പേടിച്ച് നമ്മുടെ ഹോമിയോപാത്ത് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതും, ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്ന് അന്നത്തെ രാത്രി സ്റ്റേ ചെയ്യുന്നതും, പിറ്റേ ദിവസം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം വീട് ഫുള്ള് നല്ല ക്ലീനാക്കി ഇട്ടിരിക്കുന്നു. ആര് ക്ലീനാക്കി ഇട്ടിരിക്കുന്നു? ഒരു കള്ളം കയറി നല്ല ഒരു വേസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും അടിച്ചുകൊണ്ട് പോയിട്ട് നല്ല ക്ലീനാക്കി ഇട്ടിരുന്നു. അതുകൂടെ ഒന്ന് കഴുകിയെടുത്തായിരുന്നുവെങ്കിൽ കള്ളന് നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷേ നല്ലവനായ കള്ളൻ അത് മാത്രം ചെയ്തില്ല. അപ്പോൾ ആ ചാപ്റ്ററിനകത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് ഞാൻ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ തന്നെ. ടെക്സ്റ്റ് ബുക്കിലെ പാരഗ്രാഫ് 2 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട്. അവിടെ തുടങ്ങി ലാമ്പ് ഓൺ ദി ടേബിൾ വരെ. അപ്പോൾ അതിനകത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ ടൈം മെൻഷൻഡ് ഹിയർ? സമയം എത്രയാണ് പറഞ്ഞേക്കുന്നത്? ഒത്തിരി ഒന്നും ആലോചിക്കേണ്ട അല്ലേ? പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. 10 മണിയായിരുന്നു എന്നുള്ള സമയം, രാത്രി 10 മണി. വെയർ ഡിഡ് ഹി ഹാവ് ഹിസ് മീൽ? എവിടെ നിന്നായിരുന്നു? മീൽ ഫ്രം എ റെസ്റ്റോറൻറ്റ്. വാട്ട് വാസ് ദ ഫെമിലിയർ സൗണ്ട് ദാറ്റ് ഹി ഹേർഡ്? എന്തായിരുന്നു ആ എലികളുടെ സൗണ്ട്? വിത്ത് ഹൂം ഡിഡ് ഹി ഷെയർ ദ റൂം? ആരോടൊപ്പമായിരുന്നു? നമ്മുടെ എലിക്കുട്ടന്മാരോടൊപ്പം തന്നെയായിരുന്നു റൂമും ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. വാട്ട് ഡിഡ് ഹി യൂസ് ഫോർ ലൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇലക്ട്രിസിറ്റി? ഇലക്ട്രിസിറ്റിക്ക് പകരമായിട്ട് ലൈറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? എന്തായിരുന്നു? മണ്ണെണ്ണ വിളക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ്, ഈ 5 ക്വസ്റ്റ്യൻസാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി അടുത്ത പാരഗ്രാഫിനകത്ത് നോക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലെ പാരഗ്രാഫ് നമ്പർ 6. 1. ഫീൽ ടെംപ്റ്റ് ടു ലുക്ക് ഇൻ ടു എ മിറർ തൊട്ട് ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം എബോവ്. അവിടെ വരെയുള്ളതാണ്. അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള 5 ക്വസ്റ്റ്യൻസാണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് വൺ ടെംപ്റ്റ് ടു ഡു? ദ ആൻസർ ഈസ് വൺ ഈസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു ദ മിറർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വേർ ഡിഡ് ഹി ടേക്ക് എ ലുക്ക്? ഹി ടുക്ക് എ ലുക്ക് ഇൻ ടു ദ മിറർ. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് വാസ് ഹിസ് പ്രൊഫഷൻ? അതായത് നമ്മുടെ കഥാനായകൻ്റെ പ്രൊഫഷൻ എന്തായിരുന്നു? അദ്ദേഹം ഒരു ഹോമിയോ ഡോക്ടർ ആയിരുന്നു. വൈ ഡിഡ് ഹി ടേക്ക് മച്ച് കെയർ ഇൻ ബ്യൂട്ടി ദോസ് ഡേയ്സ്? എന്തുകൊണ്ടായിരുന്നു? സൗന്ദര്യം മുഖ്യമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹം കല്യാണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകേണ്ടത് അത്യാവശ്യം തന്നെയായിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ദ വേർഡ് പാർട്ടിംഗ് റിലേറ്റഡ് ടു? ഹിസ് ആൻസർ ഈസ് ഹെയർ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ പാരഗ്രാഫ് 20. ദ ഡോക്ടർ റിപ്ലൈഡ് ഐ റാൻ ആൻഡ് റാൻ ആസ് എ ഫൈനൽ ഇൻസൾട്ട്. അപ്പോൾ അവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വേർ ഡിഡ് ദ ഡോക്ടർ റൺ ടു? എവിടേക്കായിരുന്നു? സുഹൃത്തിൻ്റെ വീട്ടിലേക്ക്. വാട്ട് ഡിഡ് ദ ഡോക്ടർ ഡു ആഫ്റ്റർ റീച്ചിങ് ഹിസ് ഫ്രണ്ട്സ് ഹൗസ്? എന്തായിരുന്നു? വളരെ ഒരു പരിഹാസത്തോടുകൂടി നല്ലൊരു ഹ്യൂമറസ് ആയിട്ട് അദ്ദേഹം പറഞ്ഞു. എന്തുമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്? ആദ്യം തന്നെ ചെന്ന് ഓയിൽ തേച്ച് നന്നായിട്ടൊന്ന് കുളിച്ചു വന്നു അല്ലേ? ഹൗ ഡിഡ് ദ തീഫ് എൻ്റർ ഡോക്ടേഴ്സ് ഹൗസ്? എങ്ങനെയായിരുന്നു? ഡോക്ടർ തുറന്നിട്ട വാതിൽ കൂടി തന്നെയാണ് കള്ളനകത്ത് കയറുക, അല്ലാതെ വേറെ പ്രത്യേകിച്ച് വഴിയൊന്നും അദ്ദേഹത്തിന് കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നില്ല. ആൻഡ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് വൈ ഡിഡ് ദ ഡോക്ടർ ടേക്ക് ഹിസ് ഫ്രണ്ട് ആൻഡ് സം അതർ അലോങ് വിത്ത് ഹിം? എന്തുകൊണ്ടായിരുന്നു? ഒന്ന്, അദ്ദേഹത്തിന് പേടിയായിരുന്നു. എന്ത്? സ്നേക്ക് അവിടെ തന്നെ ഇപ്പോഴും കാണുമോ എന്നുള്ളൊരു പേടിയും. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? അവിടുന്ന് അവർക്ക് റൂം ഷിഫ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ സാധനം ലഗേജ് കൊണ്ടുപോകാൻ ആൾ അത്യാവശ്യമായിരുന്നു. അതിന് വേണ്ടിയിട്ടായിരുന്നു സുഹൃത്തുക്കൾക്കായിട്ട് പോയത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ദ തിഫ് ഡിഡ് നോട്ട് ടേക്ക്? എന്തായിരുന്നു എടുക്കാമായിരുന്നു? ആ വെസ്റ്റ്. അതും വൃത്തികെട്ട വെസ്റ്റ്. കഴുകിയിട്ട് എടുക്കാമായിരുന്നു, പക്ഷേ അയാളത് എടുത്തില്ല.
ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇപ്രാവശ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. എന്താ? ഒരു നറേറ്റീവ് എഴുതാൻ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്: ആഫ്റ്റർ റീഡിങ് ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദി മിറർ യു ഗോ ഹോം. ഹൗ ഡിഡ് യു നറേറ്റ് ദ സ്റ്റോറി ടു യുവർ ബ്രദർ? നമ്മൾ എങ്ങനെ നമ്മുടെ ബ്രദറിനോട് ഈ സ്റ്റോറി പറയും? എങ്ങനെ പറയും? അപ്പോൾ ആദ്യം നമ്മൾ പറയും, നമ്മുടെ സ്റ്റോറിയുടെ കഥ ഇതായിരുന്നു, ഇത് എഴുതിയത് ഇദ്ദേഹമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാവുന്ന സ്റ്റോറി നമ്മൾ വിവരിക്കുമല്ലേ, അത് അതുപോലെ ഒരു സമ്മറി തന്നെ നമ്മളിവിടെ എഴുതി കൊടുക്കണം. ഇനി ദ ഡോക്ടർ ഹിംസെൽഫ് നറേറ്റ് എവറിത്തിങ് ടു ഹിസ് മദർ അറ്റ് ഹോം. ഹൗ വുഡ് ദ നറേറ്റ്? അപ്പോൾ എങ്ങനെയായിരിക്കും ഡോക്ടർ നമ്മുടെ കഥ പറയുന്നത്? അദ്ദേഹം സ്വയം ആ കഥ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന്. നറേറ്റ് ദ എക്സ്പീരിയൻസ് ഓഫ് ദി ഡോക്ടർ ഇൻ സ്നേക്ക് ആൻഡ് ദി മിറർ. അപ്പം അത് നമുക്ക് കഥ വായിച്ചിട്ട് നമ്മളോട് സമ്മറി എഴുതാനായി പറഞ്ഞേക്കുന്നത്. ഇത് എന്ത് ക്വസ്റ്റ്യൻ, ഈ 3 ക്വസ്റ്റ്യൻ നറേഷൻ ഷുവറായിട്ട് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 7 മാർക്കിന് വേണ്ടിയിട്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു സ്പീച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. എന്താ? ആഫ്റ്റർ ദ എൻകൗണ്ടർ വിത്ത് സ്നേക്ക് ആൻഡ് ദി ഡോക്ടർ അണ്ടർസ്റ്റുഡ് ദാറ്റ് അവർ പ്രൈഡ്, മണി, ഡിഗ്രി, ഈവൻ ലൈഫ് ആൻഡ് എവറിത്തിങ് മേ ഡിസപ്പിയർ ഇൻ എ മൊമെൻറ്റ്. He started to organize meeting and speak on the shortness of life. Prepare a speech for one such function. അപ്പം അങ്ങനെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മളോടൊരു സ്പീച്ച് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെ നമുക്ക് പറയാം? ആദ്യം തന്നെ നമ്മൾ അഭിസംബോധന ചെയ്യണം അല്ലേ, നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നവരെ. അപ്പോൾ അവിടെ തന്നെ തുടങ്ങാം. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, എ വാം ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അപ്പോൾ എന്താണ്, നമ്മളൊരു സ്പീച്ച് എങ്ങനെ എവിടെ തുടങ്ങിയാലും ഇത് രണ്ടും പറഞ്ഞിട്ടേ നമ്മൾ തുടങ്ങത്തുള്ളൂ. ടുഡേ ഐ സ്റ്റാൻഡ് ബിഫോർ യു നോട്ട് ആസ് എ ഹോമിയോപാത്ത് ബട്ട് ആസ് എ പേഴ്സൺ ഹു ലൈക്ക് ടു ടെൽ യു എബൌട്ട് ദ ഷോർട്ടസ്റ്റ് ഓഫ് ലൈഫ്. അപ്പോൾ എന്താ അദ്ദേഹം പറയുന്നത്? ആദ്യം തന്നെ പറയുന്നത്, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് ഒരു ഹോമിയോ ഡോക്ടറായിട്ടൊന്നും അല്ല, മറിച്ച് എന്താണ്, ലൈഫിൻ്റെ ഷോർട്ട്നെസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. A few days ago, I was thinking of marrying a rich lady doctor and improving my ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ എന്താ, കുറേ ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ചിന്തിച്ചിരുന്നു, നല്ല ഒരു ലേഡി ഡോക്ടറെ, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ലേഡി ഡോക്ടറെ തന്നെ കല്യാണം കഴിക്കണം, എന്നിട്ട് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ബാലൻസ് ചെയ്ത് നിർത്തണമെന്ന്. ദെൻ ഐ ഹാഡ് ആൻ എൻകൗണ്ടർ വിത്ത് എ ഹൂഡഡ് കോബ്ര ഇൻ മൈ റൂം. ഇറ്റ് ഫെൽ ഓൺ മീ ആൻഡ് കോയിൽഡ് അറൗണ്ട് മൈ ആം. അപ്പോൾ എന്താ, ഈ സമയത്ത് ഞാൻ ഒരു കോബ്രയെ പരിചയപ്പെടേണ്ടതായിട്ട് വന്നിരിക്കുന്നു. അത് എൻ്റെ ദേഹത്തേക്ക് വീഴുകയും എൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിക്കുകയും ചെയ്തു. ഇറ്റ്സ് ഹുഡ് വാസ് ഓൺലി 4 inches ഫ്രം മൈ ഫേസസ്. ഐ വാസ് ഫോഴ്സൺ വിത്ത് ഫിയർ. ആ സമയം ഞാൻ എന്താണ്, തരിച്ചു നിന്നുപോയി ഭയത്തോടുകൂടി. ഐ കുഡ് നോട്ട് ഷൗട്ട് ഓർ മൂവ്. എനിക്ക് ഷൗട്ട് ചെയ്യാനും സാധിച്ചില്ല, മൂവ് ചെയ്യാനും സാധിച്ചില്ല. ഐ സോ ഡെത്ത് ബിഫോർ മീ. അപ്പോൾ എനിക്ക് മുന്നേ ഞാൻ എന്ത് കണ്ടു? മരണത്തെ കണ്ടു. As I was going to die, I thought of the meaningless of pride, money, degree and fame. അപ്പം മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴാണ് ഞാൻ പൈസയെക്കുറിച്ചും ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും ഡിഗ്രിയും ഫെയിമിനെക്കുറിച്ചും ഒക്കെ ഞാൻ ചിന്തിക്കുന്നത്. How foolish we are when we go after these things. We keep enmity to our neighbors or our near one for silly reasons or due to misunderstanding. After all, can we take our wealth and land to the other world? No. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സമ്പാദ്യമൊക്കെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുമെന്ന്. ക്ഷണനിമിഷത്തേക്കുള്ള സുഖഭോഗങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നതല്ലേ നല്ലതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വി ഗോ എംറ്റി ഹാൻഡഡ്. അപ്പം നമ്മൾ പോകുന്നത് എങ്ങനെയാണ്? എംറ്റി ഹാൻഡായിട്ടാണ്, ഒഴിഞ്ഞ കൈയായിട്ടാണ് നമ്മൾ പോകുന്നത്. All of you just imagine how you are going to lie in the coffin. Our hand will be empty. If we do good, so many people will come for the funeral and speak some good words. അപ്പം നമ്മൾ നല്ലത് ചെയ്താൽ എന്താ, മരണാനന്തര കർമ്മങ്ങൾക്ക് കുറേ ആൾക്കാർ വന്നിട്ട് നമ്മളെക്കുറിച്ച് നല്ലത് പറയും. ബട്ട് ഇഫ് വി ഡു ഈവിൽ, പീപ്പിൾ വിൽ ഹേറ്റ് us ഈവൻ ആഫ്റ്റർ അവർ ഡെത്ത്. നമ്മുടെ മരണത്തിന് ശേഷവും എന്താണ്, നമ്മളെ വെറുക്കപ്പെടും നമ്മൾ മോശം കാര്യങ്ങൾ ചെയ്താൽ. So let us try to do good to our neighbors and our near ones. We must behave to our friends as they will be our enemies tomorrow. We must behave to our enemies as they will be our friends tomorrow. Then we cannot do any harm to others. Let me conclude my words. Thank you. അപ്പം നല്ലൊരു സ്പീച്ച് നമുക്ക് കൊടുക്കാൻ സാധിച്ചു. ഇങ്ങനൊരു സ്പീച്ച് എഴുതി തീർക്കുകയാണെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം.
റൈറ്റപ്പ് എഴുതാൻ. അപ്പോൾ എന്താണ് ദ സ്റ്റോറി ഇൻ the doctor in the story, the snake and the mirror usually presents things in a humorous manner. അപ്പോൾ ഈ കഥയിലെ സ്റ്റോറിയിലെ ഹ്യൂമറസ് തിങ്സുകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഒരു റൈറ്റപ്പ് എഴുതാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദ ഡോക്ടേഴ്സ് എൻകൗണ്ടർ വിത്ത് സ്നേക്ക് ആൻഡ് തെഫ്റ്റ്, ലുക്ക് അറ്റ് ദ പ്ലേസ് ആഫ്റ്റർ ആൻഡ് ദെയർ ആഫ്റ്റർ. 7 മാർക്കിന് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലൊന്നാണ്. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ ഡിസിഷൻ ടേക്ക് ബൈ ദ ഡോക്ടർ. അപ്പോൾ ഇതൊക്കെ നറേറ്റ് ചെയ്യാനാണ് നമ്മളോട്, ഇതിനെയൊക്കെ വെച്ച് റൈറ്റപ്പ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഹ്യൂമറസ് എലമെൻറ്റ് ഇൻ ദ സ്റ്റോറിയാണ് ആദ്യത്തേത്. The doctor in the story, The Snake and the Mirror, is a humorous character created by വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹ്യൂമറസ് ക്യാരക്ടറാണ് നമ്മുടെ ഡോക്ടർ, എവിടുത്തെ ഈ സ്നേക്ക് ആൻഡ് ദി മിറർ എന്ന സ്റ്റോറിയിലെ. There are many humorous elements which added to the beauty of the story. കഥയുടെ ഭംഗി നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഹ്യൂമറസ് എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ ബിഗിനിങ് ഓഫ് ദി സ്റ്റോറി വി റീഡ് റാറ്റ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. അപ്പം എലികളോടൊപ്പം ഞാൻ റൂം ഷെയർ ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ഹ്യൂമറസ് മെത്തേഡാണ്. ദ പാർട്ട് വിച്ച് ടെൽ ഓഫ് ഹിസ് മാരേജ് ലൈഫ് ഈസ് ഓൾസോ humorous. As the story moves on, we see the doctor thinking of marrying a fat lady doctor who had plenty money and a good medical practice, another humorous part. Then the most attractive humorous description is the one which tell how the thief had left behind the dirty vest as a final insult. Now add the summary from the second paragraph towards here. Okay. ആൻഡ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റപ്പ് എഴുതാൻ വേണ്ടിയിട്ട് ആ എൻകൗണ്ടറിനെ കുറിച്ചൊക്കെ ഒരു റൈറ്റപ്പ് എഴുതാൻ പറയുമ്പോൾ എന്താ, നമ്മുടെ കഥയുടെ സമ്മറി തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളോട് സ്നേക്ക് ആൻഡ് ദി മിററിൻ്റെ റിവ്യൂ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ അറിയായിരിക്കും അല്ലേ. പിന്നെ ക്യാരക്ടർ സ്കെച്ച്, നമ്മുടെ ഹോമിയോപാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്. അപ്പോൾ ഹോമിയോപാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോമിയോപാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. അപ്പം ദ ഹോമിയോപാത്ത് ക്യാരക്ടർ സ്കെച്ച് കൊടുക്കുമ്പോൾ എന്താ ആദ്യം വേണ്ടുന്നത് ഹെഡിങ് ആണ്. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുത്തു, അത് ടൈറ്റിൽ കൊടുത്തു. ദ ഹോമിയോപാത്ത് അപ്പിയേഴ്സ് ഇൻ ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദി മിറർ റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. ഹീ ഈസ് ഏബിൾ ടു ഫൈൻഡ് ഹ്യൂമർ ഇൻ എവറി ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഹീ വാസ് എ ഹാൻസം ബാച്ചിലർ. ഹി ഹാഡ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഹിസ് പ്രാക്ടീസ്. ഹിസ് ഏർണിംഗ് വെയർ മാരേജ്. So he was very stingy. He had only 60 rupees in his suitcase. He had only one coat and some shirts and dhotis. He took for rent a non-electrified room. It was full of rats. He was a man of self-esteem and an admirer of his own beauty. Even when he opened a book to study, he was tempted to look into the mirror. He wanted to make himself handsome by shaving daily and keeping a smile on his face. When a snake fell on him, he was frozen with fear. He was not at all. That is why the following day he came along with some other men in his room. He was a sense of humorous. He narrated the encounter with the snakes in a humorous way. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഏതാ? ഫസ്റ്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹോമിയോപാത്ത് പാമ്പിൻ്റെ കടിയേറ്റ് മരിച്ചു. അങ്ങനെയാണെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ വരും? എ ഹോമിയോപാത്ത് ഡൈസ് എ സ്നേക്ക് ബൈറ്റ്. പാമ്പിൻ്റെ കടിയടിച്ച് എന്താണ്, ഹോമിയോപാത്ത് മരിച്ചു. ഹെഡിങ് കൊടുത്തു. ദെൻ സ്റ്റാഫ് റിപ്പോർട്ടർ, ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. അതിനുശേഷം ഡേറ്റ് കൊടുക്കുന്നു, എന്നാണ് നമ്മളിത് കൊടുക്കുന്നതെന്ന്. ദെൻ സ്ഥലം വൈക്കം. An unmarried homeopath who was living in a rented house here died of snake bite last night. അപ്പോൾ എന്താ, ഒരു അൺമാരീഡ് ആയിട്ടുള്ള ഹോമിയോപാത്ത് എങ്കിൽ കഴിഞ്ഞ ദിവസം പാമ്പിൻ്റെ കടിയേറ്റ് മരിച്ചിരിക്കുന്നു. He was practicing here for the past 3 months. It was an irony that he had no medicine in his room at the time of casualty. The body was moved to the medical college for postmortem, which will be displayed for the public to view in the government Homeo Hospital Vaikam from 8 a.m. to 9 a.m. tomorrow. The burial will take place
at 11 a.m. at his native place, Edappally in Cochin. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ ഫോർ ദ ഡോക്ടേഴ്സ് എൻകൗണ്ടർ വിത്ത് ദ സ്നേക്ക് ആൻഡ് ദ തെഫ്റ്റ് ദാറ്റ് ലുക്ക് പ്ലേസ് ദെയർ ആഫ്റ്റർ. ഓക്കെ, ന്യൂസ് പേപ്പർ നമ്മുടെ റിപ്പോർട്ട് നോക്കുക. അതിനൊരു ഹെഡിങ് ഉണ്ട്, റോബറി ഇൻ എ ഹോമിയോപാത്സ് ഹൗസ്. സ്റ്റാഫ് റിപ്പോർട്ടർ തന്നെയാണ്, വൈക്കത്ത് തന്നെ. ദ പീപ്പിൾ ഓഫ് വൈക്കം വിറ്റ്നസ്ഡ് എ ന്യൂ കൈൻഡ് ഓഫ് റോബറി ഇൻ എ ഹോമിയോപാത്ത് ഹൗസ് ഹിയർ ലാസ്റ്റ് നൈറ്റ്. എ കോബ്ര entered his room last night at about 10 p.m. and the doctor was forced to run to his friend's house for life. When he returned in the morning, he discovered that everything from his house had been stolen. He has lodged a complaint about the burglary to the Wycombe police. He doubted that some snake charmer is behind it. This may be the new method of robbery. We will find the burglar and redeem the lost thing and money as soon as possible, said the police. ഇനി ഒരു ഡയറി എഴുതാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ദ ഹോമിയോപാത്ത് മാനേജ്ഡ് ടു റീച്ച് ഹിസ് ഫ്രണ്ട്സ് ഹൗസ് ആഫ്റ്റർ ദ ടെറിഫിൾ ഇൻസിഡൻറ്റ്. ഹി വാസ് അൺഏബിൾ ടു സ്ലീപ്പ് ദാറ്റ് നൈറ്റ്. ഹി ജോട്ടഡ് ഡൗൺ ഹിസ് ഫീലിങ്സ് ഇൻ ഹിസ് ഡയറി. റൈറ്റ് ദ ലൈക്ലി ഡയറി. അപ്പോൾ ആ ഡയറി എങ്ങനെയാണ്? അപ്പം എന്താ ഡയറി നമ്മൾ ഡേറ്റും ഒക്കെ കൊടുത്തു, ടൈമൊക്കെ കൊടുത്തു, എന്നിട്ട് എഴുതാൻ തുടങ്ങാണ് ഡയറി. An unforgettable day. Unbelievable. Spending half of an hour with a snake on my shoulder and still alive. How horrible it was. If I had moved a little, I would have died. How proud was I regarding my beauty, job status, etc. All vanished in a moment. What a foolish doctor am I. I did not have any medicine in my room to cure myself. In spite of thanking God for creating me as a handsome and educated, I was proud. It is a remember from God. I have to avoid pride and greed. I have to accept myself as poor and ordinary. How many times did I call the name God? I think the snake resembles my serpent's thoughts. It makes me proud and greedy. It is an eye-opener to me. I should lead a sincere life. I should dedicate my service to the poor. I have to be satisfied with what I have. Pomp and vanity would help us to moments of danger. Today onwards, I will be changed personality. Thank you God for having saved my life. Muhammad. അപ്പം അടുത്ത ഒരു ഡയറി എന്ന് പറഞ്ഞാൽ റൈറ്റ് ദ തോട്ട് ഓഫ് ദി സ്നേക്ക് വെൻ ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ. അപ്പോൾ കണ്ണാടിയിൽ നമ്മുടെ മിററിനെ കണ്ടപ്പോഴത്തേക്കുള്ള തോട്ടുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓ തോട്ട് ഓഫ് ദി സ്നേക്ക്. അപ്പോൾ ആ തോട്ടിൻ്റെ എന്തൊക്കെയാണ് സ്നേക്കിൻ്റെ തോട്ട്സ്? ഓ ഹൗ വണ്ടർഫുൾ, ഹൗ ഹാൻസം am I. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ വ്യൂ എ മിറർ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ സ്നേക്ക് സ്വന്തം മുഖം കാണുന്നത്. How royal my appearance is. The other cobra is my area have not got this opportunity. How unlucky they are. I have to come here every day to enjoy my beauty. I will look more handsome if I grow mustache. Using eyeshadow will be more effective. If I wear a vermilion spot on my forehead, I will be the most handsome snake in this world. By the way, where is that man? He has escaped. He was frozen with fear when he saw me. I would bite him if he moved. A poor foolish doctor. What a coward he is. ഇനി അടുത്ത് ചോദിക്കാൻ പറ്റുന്നുള്ളൊരു ഡയറിയാണ് റൈറ്റ് ദ തോട്ട് ഓഫ് ദി ഡോക്ടർ വെൻ ഹീ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ. അപ്പോൾ ഡോക്ടറിൻ്റെ തോട്ടുകൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് എ തോട്ട് ഓഫ് ദി ഡോക്ടർ വെൻ ദ സ്നേക്ക് കോയിൽഡ് അറൗണ്ട് ഹിസ് ഹാം. കണ്ണാടി നോക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ കയ്യിൽ ഈ കോബ്ര ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിരിക്കുക. ആ സമയത്തേയും കൂടെ ഒരു തോട്ട് ഡയറി ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം വേറെ എന്ത് ക്വസ്റ്റ്യനകത്തൊന്നും ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ കോൺവെർസേഷൻ ചോദിക്കാം. എപ്പോഴത്തേക്ക് കോൺവെർസേഷൻ? ദ ഹോമിയോപാത്ത് നറേറ്റ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് ദ സ്നേക്ക് ടു വൺ ഓഫ് ഹിസ് ഫ്രണ്ട്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് കൂടിയാണ് എങ്കിൽ എങ്ങനെയായിരിക്കും ആ കോൺവെർസേഷൻ നോക്കാം.
അപ്പോൾ കോൺവെർസേഷൻ. ഫ്രണ്ട് പറയുന്നു, വൈ ഡു യു ലുക്ക് സോ വറീഡ്? എന്താ നീ ഇങ്ങനെ ഭയങ്കര വറീഡായിട്ട് കാണപ്പെടുന്നേ? അപ്പോൾ ഡോക്ടർ പറയുക, എ സ്നേക്ക് ഫെൽ ഓൺ മീ. ഫ്രണ്ട്, വാട്ട് കൈൻഡ് ഓഫ് സ്നേക്ക്? എ ഹൂഡഡ് കോബ്ര. ഇറ്റ് കോയിൽഡ് അറൗണ്ട് മൈ ആംസ്. ഇറ്റ് ഈസ് hood was only 4 inches from my faces. Friend, did you cry? Doctor, no, I could not cry. I was frozen. അല്ലേ, ഫ്രീസ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നോതിന് കരയാനാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഫ്രണ്ട്, ഹൗ ഡിഡ് യു എസ്കേപ്പ്? നീ എങ്ങനെ എസ്കേപ്പ് ചെയ്തു? ഡോക്ടർ, ഇറ്റ് മൂവ്ഡ് ടു ദ മിറർ ആൻഡ് വെൻറ്റ് ഐ ഓൺ അഡ്മയറിങ് ഇറ്റ്സ് ബ്യൂട്ടി. എന്താ അത്? കണ്ണാടിയിലേക്ക് തിരിഞ്ഞ് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഫ്രണ്ട്, ക്യാൻ എ സ്നേക്ക് അഡ്മയർ ഇറ്റ്സ് ബ്യൂട്ടി? സ്നേക്കിന് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുമോ? ഡോക്ടർ, ഇഫ് ഇറ്റ് ഡിഡ് നോട്ട് സീ ദ മിറർ യു കുഡ് അറ്റൻഡ് മൈ ബ്യൂറൽ. അപ്പം ഡോക്ടർ തമാശയോടുകൂടി പറയുക, എന്താ, അവന് കണ്ണാടി കണ്ടില്ലായിരുന്നെങ്കിൽ നിനക്കിപ്പോൾ എൻ്റെ അടിയന്തരം കൂടാമായിരുന്നു എന്ന്. ഫ്രണ്ട്, താങ്ക് ഗോഡ്, എനിവേ ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഐ ഷാൽ പ്രിപ്പയർ എ ഫീച്ചർ ഫോർ മൈ ന്യൂസ് പേപ്പർ. അപ്പം ഞാൻ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്, ഡോക്ടർ, ആർ യു ഗോയിങ് ടു പബ്ലിഷ് ഇറ്റ്? ഫ്രണ്ട്, യെസ്, ഐ ആം ഗോയിങ് ടു പബ്ലിഷ് ഇറ്റ്. ഡോക്ടർ, ഐ വിൽ ബിക്കം ഫേമസ്. ഫ്രണ്ട്, ഐ വിൽ ടു ബിക്കം ഫേമസ്. ഓക്കെ, അങ്ങനെ പറഞ്ഞവർ അവരുടെ കോൺവെർസേഷൻ അവസാനിപ്പിച്ചു. ഇനി രണ്ടാമത് ചോദിക്കാൻ സാധ്യതയുള്ളത്, റൈറ്റ് എ ടെലിഫോണിക് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഡോക്ടർ ആൻഡ് ഹിസ് മദർ ആഫ്റ്റർ ദ എൻകൗണ്ടർ വിത്ത് ദ സ്നേക്ക്. അപ്പോൾ ഡോക്ടർ വിളിക്കുന്നു, ഈസിൻറ്റ് ഇറ്റ്? ഒരു നമ്പർ പറയുന്നു, അല്ലേ എന്ന് ചോദിക്കുന്നു. മദർ, യെസ് ആൻഡ് ഇറ്റ്സ് യുവർ മം. വൈ ആർ യു സോ സ്കേർഡ്? ഡോക്ടർ പറയാണ്, നമ്മുടെ ഡോക്ടർ പറയാണ്, എ സ്നേക്ക് കോയിൽഡ് അറൗണ്ട് മൈ ആം. മദർ, വാട്ട് കൈൻഡ് ഓഫ് സ്നേക്ക്? ഡോക്ടർ, എ കോബ്ര. മദർ, മൈ ഗോഡ്, ഡിഡ് ഇറ്റ് അറ്റാക്ക് യു? ഡോക്ടർ, നോ മോം, ഇറ്റ് സ്പ്രെഡ് മീ. മദർ, വാട്ട് ഡിഡ് ഇറ്റ് ടു ഡു ദെൻ? മദർ, ഡോക്ടർ, ഐ മൂവ്ഡ് ഇറ്റ് ടു ദ മിറർ. മദർ, ദ റൂം ഈസ് നോട്ട് സേഫ് പ്ലേസ്. യു ഹാവ് ടു ടേക്ക് എ കോൺക്രീറ്റ് ബിൽഡിംഗ് ഫോർ റെൻറ്റ്. ഡോക്ടർ, വി ഷാൽ ഡിസൈഡ് ദോസ് തിങ്സ് ലേറ്റർ. നൗ ഐ ആം കമ്മിങ് ഹോം മാം. പേടിച്ചു പോയി തിരിച്ച് വീട്ടിലേക്ക് വരുവാണെന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇമാജിൻ ദാറ്റ് യു മീറ്റ് ദ ഹോമിയോപാത്ത് ആഫ്റ്റർ ഹി വാസ് ചേഞ്ച്ഡ് ഹിസ് സ്റ്റേ ഫ്രം എ റെൻറ്റഡ് ഹൗസ് വെയർ ഹി ഹാഡ് എൻകൗണ്ടർഡ് ദ സ്നേക്ക്. റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ. അപ്പം നമ്മൾ ഹോമിയോപാത്തും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. Homeopath, good morning. You, good morning. How is your new lodging? Homeopath, it's nice, pleasing but a bit costly. You, are there rats in that room? Homeopath, there are no rats. Do you like to come there? You, not now. I will come later. Did you keep any medicines there? Homeopath, I learned a lesson. Now I keep medicines in my room. You, what about your marriage? Homeopath, I am seriously thinking about it. You, the bell has gone, sir. We shall meet again later. ഇനിയൊരു ലെറ്ററാണ്. ലെറ്റർ എന്ന് പറയുന്നത്, ദ ഡോക്ടർ ഇൻ ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദി മിറർ റൈറ്റ് എ കംപ്ലൈൻറ്റ് ടു ദ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അബൌട്ട് ദ ബൾഗറി ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ ഹൗസ്. റൈറ്റ് ദ ലൈക്ലി ലെറ്റർ. അങ്ങനെ ഒരു ലെറ്റർ ചോദിക്കാം. അപ്പം സബ് ഇൻസ്പെക്ടറിന് കംപ്ലയിൻറ്റ് ചെയ്യുന്ന പോലെ ഒരു ലെറ്റർ ചോദിക്കാം. റൈറ്റ് ദ പോസിബിൾ ലെറ്റർ ദാറ്റ് ദ ഡോക്ടർ മൈറ്റ് ഹാവ് റിട്ടൺ ഇൻ ഹിസ് ഓർ ഫ്രണ്ടിന് അയക്കുന്ന ഒരു ലെറ്ററും ചോദിക്കാം. അപ്പം നമ്മൾ ഒരു ഇത് ആദ്യം നമ്മൾ ഇൻസ്പെക്ടറിന് കൊടുക്കുന്നത് എന്താണ്, ഒരു ഫോർമൽ ലെറ്ററാണ്. അപ്പോൾ ഒരു ഫോർമൽ ലെറ്റർ നമ്മൾ എന്ത് കൊടുക്കണം, ഫ്രമും ടു ഒക്കെ കൊടുക്കണം. ഫ്രം അഡ്രസ്സ് കൊടുത്തു, ഡോക്ടർ മുഹമ്മദ് മൻസിൽ, തലയോലപ്പറമ്പ്. ഡേറ്റ് കൊടുക്കുന്നു. ടു ആർക്കാണ്, ദ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, തലയോലപ്പറമ്പ്. അത് കഴിഞ്ഞിട്ട് ഫോർമൽ ലെറ്ററിൻ്റെ അടുത്ത ഭാഗമാണ് സബ്ജക്റ്റ് എന്നുള്ളത്. സബ്ജക്റ്റ് എന്താണ്, കംപ്ലൈൻറ്റ് അബൌട്ട് ദ ബൾഗറി അറ്റ് മൈ റൂം. എന്നിട്ട് സല്യൂട്ടേഷൻ കൊടുക്കുന്നു. ഡിയർ സാർ, ഐ റൈറ്റ് ദിസ് ലെറ്റർ ടു ലോഡ്സ് എ കംപ്ലൈൻറ്റ് അബൌട്ട് ദ ബൾഗറി ദാറ്റ് ടുക്സ് പ്ലേസ് ഇൻ മൈ റെൻറ്റഡ് room last night. Since a cobra entered my room last night, I was forced to go to my friend's house. When I returned in the morning, I discovered that everything from my house had been stolen. I doubt that some snake charmer is behind it. This may be a new method of bulgari. I request you to take necessary action to find the bulgar and redeem the lost things and money. Your faithfully, signature Dr. Muhammad. ഇനി നെക്സ്റ്റ് നമ്മൾ ഫ്രണ്ടിനോട് നറേറ്റ് ചെയ്തുകൊണ്ട് എഴുതുന്ന ലെറ്റർ. അതിന് നമ്മൾക്ക് എന്താണ്, ഫ്രമും ടു അഡ്രസ്സ് ഒന്നും വേണ്ട, നോർമലായിട്ടൊരു ഇൻഫോർമൽ ലെറ്ററാണ്. അപ്പോൾ നമ്മൾ തലയോലപ്പറമ്പ് ഡേറ്റ് ഒക്കെ കൊടുത്ത് എഴുതി. ഡിയർ നവാസ്, സല്യൂട്ടേഷൻ കൊടുത്തു. ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ. സാധാരണ എല്ലാ ലെറ്ററിനും ഉള്ളത് തന്നെ, ഇത് നമുക്ക് എല്ലാ ലെറ്ററിനും ഇടിച്ച് കയറ്റി കൊടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ലാസ്റ്റ് നൈറ്റ് ഐ റിയലി വിഷ്ഡ് യുവർ പ്രസൻസ് ഹിയർ. എ ഫുൾ ഹൂഡഡ്
cobra coiled around my arms. It was only 4 inches from my face. I wanted to run away, but I could not move. I was frozen with fear. I was sure to die if it bit me. I had no medicine in my room, but fortunately I noticed the mirror and spared me. I ran to the friend's house. This morning I came back with some men to move my things from there, but everything has been stolen. I have lodged a complaint in the Wycombe police station. You have to be very careful in and out. There are many snakes and thieves around. Be careful. I remain with love, മുഹമ്മദ് യാസിൻ. ഇനി ഒരു നോട്ടീസ് എഴുതാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് സാധാരണ 5 മാർക്കിന് ചോദിക്കുന്നത് തന്നെയാണ് നോട്ടീസ്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് എഴുതാനാണ്. നമുക്ക് പിടികുട്ട പുള്ളി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുക്കാനും. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ക്ലബ്ബ് ഡിസൈഡ് ചെയ്യുന്നു സ്നേക്ക് ആൻഡ് ദി മിറർ എന്ന് പറയുന്നത് ഒരു നമുക്ക് ഒരു നാടകമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ ഒരെണ്ണം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യം ലുക്ക് ഔട്ട് നോട്ടീസൊക്കെ എഴുതുമ്പം നമ്മൾ വരയ്ക്കണം കേട്ടോ, മാർജിനൊക്കെ കൊടുത്ത് വേണം എഴുതാൻ. ലുക്ക് ഔട്ട് നോട്ടീസ്: കേരള പോലീസ് മോസ്റ്റ് വാണ്ടഡ് ബർഗർ. ദ മോസ്റ്റ് വാണ്ടഡ് ബർഗ്ലർ ബാനിത് ചോർ വാസ് ബ്രോക്ക് into a homeopath house last night at Taleolaparambu has been. Those who help the police to catch him will be awarded 5,000. കോട്ടയം സിഗ്നേച്ചർ, പിന്നെ ഡേറ്റ് ഒക്കെ കൊടുത്തു, സൂപ്രണ്ട് ഓഫ് പോലീസ്. പിന്നെ നമ്മുടെ നോട്ടീസ് കൊടുക്കുന്നു. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ നമ്മുടെ സ്കൂളിൽ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ ദിവസം ഒരു നോട്ടീസ് കൊടുക്കാൻ വിത്ത് നമ്മൾ പ്രോഗ്രാമും കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ആൻഡ് വൺ വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ. ഉറപ്പായിട്ടും നമുക്ക് ഫോക്കസ് ഏരിയക്കകത്ത് കൊടുത്തിരിക്കുന്ന ഒരു 5-6 പേരുണ്ട്. അവരുടെ പ്രൊഫൈലല്ലാതെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ കൊടുക്കത്തില്ല. ആ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എങ്ങനെ എഴുതേണ്ടതെന്ന്. വിത്ത് നമ്മളെന്താണ് ഒരു ഹെഡിങ്ങോടുകൂടി അങ്ങ് കൊടുത്താൽ മതി. ഓക്കേ, അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുതേ.